പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷൺ സമ്മാനിച്ച ശ്രീലങ്ക 140 കോടി ഭാരതീയർക്ക് ലഭിച്ച പുരസ്കാരം. ചരിത്രപരമായി ബന്ധമുള്ള രാജ്യങ്ങളാണ് ഭാരതവും ശ്രീലങ്കയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതം നൽകുന്ന പിന്തുണയ്ക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദിയും അറിയിച്ചു. ഭാരതത്തിൽ നിന്നും കൂടുതൽ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ധാരണയായി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ശ്രീലങ്ക ആദരിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ അവാർഡ് നൽകിയാണ് ആദരിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭാരതം തന്നെ ശ്രീലങ്കയ്ക്ക് നൽകുന്ന സേവനങ്ങളുടെയും പിന്തുണയ്ക്കുമുള്ള ഒരു നന്ദി സൂചകമായാണ് തങ്ങൾ അവാർഡ് നൽകുന്നതുകൂടി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അറിയിക്കുകയും ചെയ്തു. ശ്രീലങ്കയുടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ സംവിധാനങ്ങൾ, അതായത് സമാനമായി ഭാരതത്തിലെ ആധാർ പോലുള്ള സമാനമായ സംവിധാനത്തിന് ഭാരതം അതിനെ പിന്തുണ നൽകുന്നതിന് ഭാരതം 300 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം പദ്ധതിക്ക് മികച്ച പിന്തുണ ലഭിക്കുന്നതിൽ നന്ദി അറിയിക്കുകയും ചെയ്തു അനുരകുമാര ദിസനായകെ. ഏറ്റവും സുപ്രധാനമായത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നൽകിയ മറുപടിയാണ്. മറുപടിയിൽ നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. തീർച്ചയായും ശ്രീലങ്കയുടെ മിത്രവിഭൂഷൺ അവാർഡ് വലിയ അംഗീകാരമാണ്, തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ചരിത്രപരമായ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധത്തിനാണ് ഈ അംഗീകാരമെന്നും അംഗീകാരത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ശ്രീലങ്ക പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുമെന്ന ഉറപ്പ് തനിക്കുണ്ടെന്നും അതിനാൽ തന്നെയാണ് ഭാരതം തങ്ങളോടൊപ്പം നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കൻ ജനതയുടെ ധൈര്യത്തെയും സാഹസികതയെയും ആദരിക്കുന്നു. യഥാർത്ഥ അയൽവാസി എന്ന നിലയിൽ ഭാരതം ശ്രീലങ്കയോട് ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിലാണ് പലപ്പോഴും ശ്രീലങ്കയോടൊപ്പം നിന്നിട്ടുള്ളത്. മാത്രമല്ല, തിരുവള്ളുവരുടെ കവിതാ ശകലം കൂടി ഓർമ്മിപ്പിച്ച് നമുക്കറിയാവുന്നതാണ്, തമിഴ് വംശജർ നിരവധിയായി ശ്രീലങ്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവള്ളുവരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണത്തിൽ വളരെ പ്രധാനമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിലപാട് പറഞ്ഞത്. യഥാർത്ഥ സൗഹൃദത്തിനപ്പുറം എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്നാണ് തിരുവള്ളുവർ ചോദിച്ചത്. അതേ ചോദ്യം തന്നെയാണ്, അതേ നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത്. മികച്ച ബന്ധമാണ് മികച്ച സുരക്ഷ എന്ന് ആ ഒരു ബോധ്യത്തിലാണ് ഇരു രാജ്യങ്ങളും നീങ്ങുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സാഗർ പദ്ധതിയിലും അതുപോലെ തന്നെ പഡോസി ഫസ്റ്റ് അല്ലെങ്കിൽ അയൽവക്കക്കാർ ആദ്യം എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. ഇക്കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. പിന്നീട് ശ്രീലങ്കയുടെ സൗരോർജ്ജ രംഗത്തെ പിന്തുണ, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഭാരതത്തിൽ എത്തിക്കുന്നതിനുള്ള ഗ്രിഡ് കണക്ടിവിറ്റി സംവിധാനം ഉറപ്പാക്കുന്നതിന് നീക്കങ്ങൾ, അത് ശ്രീലങ്കയുടെ വൈദ്യുതി കയറ്റുമതിക്ക്, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഭാരതത്തിലും അതുപോലെ തന്നെ അനുബന്ധ ഇടങ്ങളിലേക്കും കയറ്റി അയക്കുന്നതിന് വലിയ പ്രയോജനം ചെയ്യും ശ്രീലങ്കയ്ക്ക്. അതുപോലെ തന്നെ യൂണിക് ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ രംഗത്ത് തുടർന്നും പിന്തുണ ഭാരതം നൽകും. 2.5 ദശലക്ഷം ശ്രീലങ്കൻ രൂപയുടെ പ്രത്യേക സംയുക്ത വികസന പദ്ധതിയായിരിക്കും ശ്രീലങ്കയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമുണ്ടായത് ശ്രീലങ്കയിലെ തമിഴ് സമൂഹത്തിന് വേണ്ടി 10,000 വീടുകൾ ഭാരതം നിർമ്മിച്ചു നൽകും. അതിനുള്ള ധാരണ തയ്യാറായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അനുബന്ധ മേഖലയിലുമുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ഇടപെടൽ നടത്തും. ഏറ്റവും സുപ്രധാന വിഷയം മീൻപിടുത്തക്കാരുടെ അറസ്റ്റ് സംബന്ധിച്ചാണ്. മീൻപിടുത്തക്കാരുടെ അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ അറസ്റ്റ് നടന്നാൽ വൈകാതെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിർത്തി കടന്നെത്തിയവരെ പിടികൂടുന്ന നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ താമസം വിന മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കച്ചിദ്വീപിന്റെ വിഷയത്തിൽ നിർണായകമായ ഒരു ധാരണ കൂടിയാണിത്. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളാണ് ചർച്ചയിലുണ്ടായതെന്ന് ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രിയും അറിയിക്കുകയുണ്ടായി. അതെ, വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായി മിത്രവിഭൂഷൺ സമ്മാനിക്കുകയാണ് ശ്രീലങ്ക. 140 കോടി ഭാരതീയർക്കും ലഭിച്ച പുരസ്കാരമായി ഇതിനെ നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നു. ചരിത്രപരമായി ബന്ധമുള്ള രാജ്യങ്ങളാണ് ഭാരതവും ശ്രീലങ്കയുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.